നിതിൻ രാജ് ചലനമറ്റ് കിടന്ന ഈ മണ്ണിൽ അവൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും നെഞ്ചു കയറി നിലവിളിക്കുന്ന ഈ നാട്ടിൽ കണ്ണീരുണങ്ങാത്ത ഒരുപാട് അച്ഛനമ്മമാരുള്ള ഈ നാട്ടിൽ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ജന്മദിനം വരെയാണ്. അത് ഓർക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്താ മാറിയത്? എന്താ ഒന്നും മാറാത്തത്? ഒരു ദിവസം രാവിലെ യാത്ര പറഞ്ഞു പോയ സ്വന്തം മകൻ ഒരു മൊബൈൽ ഫ്രീസറിൽ അനക്കമില്ലാതെ വിളി കേൾക്കാതെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച കണ്ട് പൊട്ടിക്കരയുന്ന അച്ഛനമ്മമാരുടെ മുഖമുണ്ടല്ലോ, ഇതെത്രയായി ആവർത്തിക്കുന്നു. നിതിൻ്റെ അച്ഛനും അമ്മയും, ജിഷ്ണു പ്രണോയുടെ അച്ഛനും അമ്മയും, സിദ്ധാർത്ഥിൻ്റെ അച്ഛനും അമ്മയും, ഇവരൊക്കെ എന്താണ് കരഞ്ഞ് അപേക്ഷിക്കുന്നത് ഈ നാടിനോട്, ഇവിടുത്തെ സിസ്റ്റത്തിനോട്. ഒരു ഹിന്ദു കുഞ്ഞിനും ഈ അവസ്ഥ വരരുതെന്ന, ഒരു മുസ്ലിം കുഞ്ഞിന്, ഒരു ആൺകുഞ്ഞിന്, ഒരു പെൺകുഞ്ഞിന്, ഒരു മലയാളിക്ക്, ഒരു ഹിന്ദിക്കാരന് എന്ന് പറഞ്ഞാൽ അവരെന്തിൻ്റെങ്കിലും അടിസ്ഥാനത്തിൽ ഒരു വിഭജനവും കാണാതെ അവരെന്താ നമ്മളോട് പറഞ്ഞത്? ഇനിയൊരു കുഞ്ഞിനും ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ്. എന്തുകൊണ്ടാണ്? ആ ഫ്രീസറിൽ അവരുടെ മുന്നിൽ കൊണ്ടുവച്ച ആ കുഞ്ഞില്ലേ, അതിനവർ ആദ്യം കയ്യിൽ ഏറ്റുവാങ്ങിയ ദിവസം അവരുടെ മുന്നിലുണ്ടാവും. അതിനെന്താണ് ഇഷ്ടം, എന്താണ് വേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാമെന്ന് പറഞ്ഞ് രാപ്പകലില്ലാതെ അധ്വാനിച്ച് ഒരു പുരുഷായുസിൻ്റെ വലിയൊരു പങ്ക് മുഴുവൻ ആ കുഞ്ഞിന് വേണ്ടി ചെലവഴിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയത്തേക്ക് പോകാൻ. ഞാൻ അതിനുകൂടി കൂടെ നിൽക്കണം, അത് കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുന്ന ആ കുഞ്ഞിൻ്റെ മുഖം എന്ന് കരുതി കാത്തിരുന്ന അച്ഛനമ്മമാരുടെ മുന്നിലേക്കാണ് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ തുന്നിക്കെട്ടിയ ഒരു ശരീരമായിട്ട് അവർ വരുന്നത്. എന്തുകൊണ്ടാണ്? എന്തിനാ അവർക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്? അവരാരെങ്കിലും ദ്രോഹിച്ചിട്ടാ? അവരെ ഏൽപ്പിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാഞ്ഞിട്ടാ? ജീവിക്കേണ്ടെന്ന് അവർക്ക് തോന്നി തുടങ്ങിയോണ്ടാ? അല്ല, അവരൊരു തീരുമാനമെടുത്തു. സ്വന്തം കാലിൽ നിൽക്കണം, ആത്മാഭിമാനത്തോടെ നെഞ്ചു വിരിച്ച് തല ഉയർത്തി പിടിച്ചൊരു ജോലി ചെയ്യണം, ഒരു പ്രൊഫഷണൽ ആവണം. അതിനവരൊരു കോഴ്സ് കണ്ടെത്തി, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. ആ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ അവർ അഡ്മിഷൻ എടുക്കുന്നു. പക്ഷെ അവിടെ അവരെ കാത്തിരിക്കുന്ന എന്താണ്? അവരുടെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ വക റാഗിങ്. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ആരോഗ്യാവസ്ഥയുടെ പേരിൽ. അതൊന്ന് കഴിഞ്ഞു കിട്ടിയെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മളെയൊക്കെ കുട്ടിക്കാലം മുതലേ ഒരാവശ്യമില്ലാതെ പറഞ്ഞു പഠിപ്പിച്ച മറ്റേ ഡയലോഗില്ലേ, മാതാപിതാ ഗുരു ദൈവം. ആ ഗുരുക്കന്മാരാണ് ഈ കുഞ്ഞുങ്ങളെ എല്ലാത്തിൻ്റെയും പേരിൽ വിഭജിച്ച് കണ്ട് അവർ ആത്മഹത്യയുടെ തുമ്പത്തേക്ക് തള്ളിവിടുന്നത്. നിങ്ങൾ നിതിൻ രാജിൻ്റെ കേസ് അറിഞ്ഞിട്ടില്ലാത്ത ആളാണെങ്കിൽ, അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു നിതിൻ രാജ്. അവൻ്റെ മരണശേഷം അവൻ മുമ്പ് നടത്തിയിട്ടുള്ള പല മെസ്സേജുകളുടെയും ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. അവൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസും അവൻ്റെ സീനിയേഴ്സും ഒക്കെ നമുക്ക് തരുന്ന ഒരു സാക്ഷ്യമുണ്ട്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് അതിക്രൂരമായ രീതിയിൽ അവൻ ആ കോളേജിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്. അവനെ പഠിപ്പിച്ചിരുന്ന റാം എന്ന അധ്യാപകൻ, അയാൾ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രം എടുത്തു വെച്ചിട്ട് നമുക്ക് ആ അധ്യാപകനെക്കുറിച്ച് മനസ്സിലാക്കാം. നീ ഈ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ കയ്യും കാലും വെട്ടും, നിനക്കൊരു കൈയില്ലാതെ ജീവിക്കേണ്ടി വരും, ഞാൻ തന്നെ എൻ്റെ വണ്ടി കയറ്റി നിന്നെ കൊല്ലും എന്നൊക്കെ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് പറയുന്നത് എന്തിൻ്റെ പേരിലായിരിക്കും? നിതിനെ +2 വരെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപികമാർ കണ്ണ് നിറഞ്ഞുകൊണ്ട്, ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് അവൻ ആ കോഴ്സൊക്കെ ചെയ്യുന്നത്, ആ സമയത്ത് ഓൺലൈനായി പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഈ അധ്യാപികമാർ ഓർത്തിരിപ്പുണ്ട്. അത്രയും സ്നേഹത്തോടെ അവനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത്രയും സ്വപ്നങ്ങളുള്ളൊരു കുഞ്ഞായിരുന്നു അവനെന്ന് അവർ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിദ്യാർത്ഥി പിന്നീട് കോഴ്സിൽ ജോയിൻ ചെയ്ത, ഡെൻ്റൽ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്കൊരു ഡോക്ടർ ആവണം ടീച്ചറെ എന്ന് പറഞ്ഞ് വിളിച്ച നിതിൻ രാജിനെ അവർ ഓർത്തെടുക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥിയോട് ഒരു അധ്യാപകൻ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? നമുക്ക് ആ അധ്യാപകനെ കുറിച്ച് മറ്റ് വിദ്യാർത്ഥിനികൾ തുറന്നു പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ഇതിലെനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് വിദ്യാർത്ഥികൾ, അതും പൂർവ്വ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ പഴയ സീനിയേഴ്സ് വരെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ ഇത്രയൊക്കെ വിദ്യാർത്ഥികൾ ഈ ഒരൊറ്റ അധ്യാപകനാൽ ഏറ്റവും മോശമായി ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടും അയാൾ ഇപ്പോഴും അത് തുടരുകയാണ്. തൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ വെളുത്ത കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്ന് പറയുന്ന, കറുത്ത കുട്ടിയാണെങ്കിൽ ഡാർക്ക് എന്ന് പറയുന്ന, തടിയുള്ള കുട്ടികളെ ഫാറ്റി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന, യുവർ എ ലീൻ കോക്രോച്ച് എന്നൊക്കെ ക്ലാസ് മുറിയിൽ അഭിസംബോധന ചെയ്യുന്ന, എനിക്കൊരു കുട്ടിയുടെയും പേരറിയാത്തത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ വിളിക്കേണ്ടി വരുന്നതെന്ന് സ്വയം ന്യായം കണ്ടെത്തുന്ന, ക്ലാസ് മുറിയിൽ വന്ന ഏറ്റവും കൂടുതൽ സമയം മതം പഠിപ്പിച്ചു കൊടുക്കുന്ന, ഞാനൊരു കൊല ചെയ്തിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞ, സസ്പെൻഷനൊക്കെ എനിക്ക് വെറും പുല്ലാണ് എന്ന് പറയുന്ന, പുഴുത്ത പട്ടിയെന്ന് സ്വന്തം വിദ്യാർത്ഥിയെ മുഖത്ത് നോക്കി വിളിക്കുന്ന, അച്ഛനും അമ്മയൊക്കെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്ന് നോക്കി കുട്ടികളെ വിലയിരുത്തുന്ന, അവരുടെ അച്ഛനമ്മമാരെ വിലയിരുത്തി അവരോട് അങ്ങനെ പെരുമാറുന്ന ഒരു അധ്യാപകൻ. ആ അധ്യാപകന് കൂട്ടായി നിൽക്കുന്ന അവിടുത്തെ മറ്റധ്യാപകരും എൻറ്റയർ സിസ്റ്റവും ഇവിടെ പ്രതികളാണ്. അതിനൊരു വലിയ ഉദാഹരണം, അവൻ്റെ മൃതശരീരം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഒരൊറ്റ വിദ്യാർത്ഥി പോലും
അവൻ്റെ കൂടെ പഠിച്ച ഒരു സഹപാഠി പോലും ആ കോളേജിൽ ഒരൊറ്റ അധ്യാപകരും അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. അധ്യാപകർ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സിസ്റ്റത്തിൻ്റെ ഇത്രയും മോശമായി വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമായി പ്രവർത്തിക്കുന്നതാണെന്ന് കരുതി അവരെ നമുക്ക് ശിക്ഷിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. അവരെ മാറ്റിവെക്കാമെന്നല്ല, ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവരെ മാറ്റിവെക്കാം. പക്ഷെ അവൻ്റെ സഹപാഠികൾ അവർ ഒരു ദിവസത്തിന് ശേഷമാണ്, ഇന്നാണ് അവർ ഓരോ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങുന്നത്. എന്തുകൊണ്ടായിരിക്കും? പേടിയാണ്. അതിനെക്കുറിച്ചൊരു പെൺകുട്ടി കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഒരു പട്ട് ചത്ത് കിടന്നാൽ പോലും നമ്മളത് നോക്കാൻ പോകും, പക്ഷേ സ്വന്തം കൂട്ടുകാരൻ്റെ മരണം അറിഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു പക്ഷേ ആ കോളേജിലെ എത്ര വിദ്യാർത്ഥികൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു നോക്ക് കാണാൻ. കാരണം പോയി കഴിഞ്ഞാൽ അറ്റൻഡൻസ് വെട്ടിക്കളയും. അവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ വല്ലതുമൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലിൻ്റെ മാർക്ക്, അതും ഈ അധ്യാപകനല്ല ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നെങ്കിലും എൻ്റെ കൂട്ടുകാരാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വരുന്നത്, അവരെ കൊണ്ട് ഞാൻ മാർക്ക് കുറപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്ന അധ്യാപകൻ. ഒരു കുട്ടി മെഡിക്കൽ ഫീൽഡിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് വർഷത്തെ പഠനം ആവശ്യമുള്ള, അതിനുശേഷം ഒരുപാട് ഹഡിൽസിലൂടെ കടന്നുപോയി മാത്രം ഒരു കരിയർ ഉറപ്പിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ്. അങ്ങനൊരു കുട്ടിയുടെ നിസ്സഹായ അവസ്ഥയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. കാരണം ഈ അധ്യാപകൻ അറ്റൻഡൻസ് കൊടുത്തില്ലെങ്കിൽ, മാർക്ക് കുറച്ചാൽ, ഇൻറ്റേർണൽ മാർക്ക് കുറച്ചാൽ ഈ കുട്ടിയുടെ കരിയർ വെള്ളത്തിലാവും, ലൈഫ് വെള്ളത്തിലാവും. അത് മുന്നിൽ നിൽക്കുമ്പോൾ ഇവരുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലാതാവും. അത് മനസ്സിലാക്കി ചൂഷണം ചെയ്ത അധ്യാപകർ എന്ന് പറയുന്നത് അവരെത്ര ക്രൂരമായിട്ടാണ്. ഈക്വലി പവർഫുള്ളായിട്ടുള്ള രണ്ടുപേര് തമ്മിൽ ഏറ്റുമുട്ടുക എന്ന് പറയുന്ന പോലത്തെ കാര്യം പോലും അല്ല ഇവിടെ സംഭവിക്കുന്നത്. അവർ ഗതികെട്ട് നിൽക്കുകയാണ് എന്നുറപ്പിച്ച ശേഷം അവരെ ആക്രമിക്കാൻ തയ്യാറാവുകയാണ്. ആ കോളേജിലെ നിലവിലുള്ള വിദ്യാർത്ഥികളടക്കം പറയുന്നത്, അവരുടെ സീനിയറായിട്ടുള്ള പഠിച്ച് പാസ്സായി പോയിട്ടുള്ള ആളുകൾ പോലും പറയുന്നത് അവർ മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ്. അവരിൽ പലർക്കും സൂയിസൈഡൽ തോട്ട്സ് വന്നിട്ടുണ്ടെന്നാണ്. അവരെ ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ അധ്യാപകനാണെന്നാണ്. പിള്ളേരെ മുഴുവൻ ബോഡി ഷെയിം ചെയ്ത്, കളർ ഷെയിം ചെയ്ത്, അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും തൊഴിലിനെ വരെ പറഞ്ഞ് കളിയാക്കുന്നതും പോരാഞ്ഞ് ഒരു പെൺകുട്ടിയെ തല്ലുമ്പോൾ അദ്ദേഹം നേരിട്ട് എന്ന് തല്ലിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. പുള്ളി ചെയ്യുന്നത് അവളുടെ സഹപാഠിയെ കൊണ്ട്, മറ്റൊരു ആൺകുട്ടിയെ കൊണ്ട് അവളെ തല്ലിക്കും. തല്ലുന്നതിൻ്റെ ഫോഴ്സ് കുറഞ്ഞു പോയാൽ ആ ആൺകുട്ടിയെ കളിയാക്കും. നീ എന്താടാ ട്രാൻസ്ജെൻഡർ ആണോ, നിനക്ക് ആരോഗ്യമില്ലേന്ന് ചോദിച്ചു. നിതിൻ്റെ ശബ്ദരേഖ കേൾക്കുമ്പോൾ ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം എന്താ അറിയോ? അവന് സ്റ്റാഫ് റൂം എന്നുള്ള പേര് ഓർത്തെടുക്കാൻ പ്രയാസമാണ്. കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം. ഒരു വിദ്യാർത്ഥി സ്റ്റാഫ് റൂമിനെ കുറിച്ച് പറയുകയാണ്. നമ്മളെന്താ പറയുക? ക്ലാസ് റൂമിലോ കോളേജിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സ്റ്റാഫ് റൂമിൽ ചെന്ന് പറയുക, അവിടുന്ന് അതല്ലെങ്കിൽ നേരെ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് പോവുക. പക്ഷേ ആദ്യം നമ്മൾ പോകേണ്ടുന്ന, റീച്ച് ചെയ്യേണ്ട ഒരു സ്പേസിനെ ഒരു വിദ്യാർത്ഥി പറയുന്നത് കൂട്ടത്തോടെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ അധ്യാപകനോ മറ്റേതെങ്കിലും ഒരു അധ്യാപകനോ എന്തിൻ്റെയെങ്കിലും പേരിൽ നിധിനെ അടക്കമുള്ളവരെ ആ സ്റ്റാഫ് റൂമിൽ വിളിച്ച് നിർത്തി പൊരിക്കുമ്പോൾ ബാക്കി എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകൾ എന്ന് സ്വയം പറയുന്നവരുണ്ട്. നിങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പറയുമ്പോൾ പവർഫുള്ളായിട്ടുള്ള ചൂഷണം ചെയ്യുന്നവരാരൊക്കെയാണോ അവർക്കൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ്. ഒരാൾ തൻ്റെ മുന്നിലുള്ള ഇരയുടെ അവസ്ഥ മനസ്സിലാക്കി ചൂഷണം ചെയ്ത് ആക്രമിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന ആളുകൾ എന്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾ ചൂഷകൻ്റെ ഒപ്പമാണ്. ആ അധ്യാപകർ മുഴുവൻ പ്രതികളാണ്. ഇത്തരം വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ ഉണ്ടാകുമ്പോൾ അവരുടെയൊക്കെ അച്ഛനമ്മമാർ സ്ഥിരം പറയുന്ന ചില പരാതികളുണ്ട്. ആർക്കും ഒന്നിനെയും പേടിയില്ല, സസ്പെൻഷനൊക്കെ വെറും ഒരു പുകമറയാണ്, അന്വേഷണം ഒന്നും എങ്ങും എത്താൻ പോകുന്നില്ല, ഇവിടെ കൃത്യമായ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നില്ല. അതിനെ പരാതി എന്നല്ല വിളിക്കേണ്ടത്, അതിനെ യാഥാർത്ഥ്യം എന്നാണ് വിളിക്കേണ്ടത്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞു, ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഒരു രജനി ആത്മഹത്യ ചെയ്തിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു. സ്കൂളിലും കോളേജിലും റാഗിങ്ങിൻ്റെയും അധ്യാപക പീഡനത്തിൻ്റെയും ഒക്കെ ഭാഗമായി ആത്മഹത്യ ചെയ്യുന്ന കൊച്ചു കുട്ടികൾ മുതൽ എത്ര കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ നമ്മൾ കണ്ടു. എന്നിട്ടിവിടെ എന്താണ് സംഭവിച്ചത്? ആ മാതാപിതാക്കൾ പരാതി പറയുകയല്ല, അത് യാഥാർത്ഥ്യമാണ്. ഇത്രയും ക്രൂരമായ, ഇത്രയും പൈശാചികമായി കുട്ടികളെ മാനേജ് ചെയ്യുന്ന അധ്യാപകരുടെ കീഴിൽ പഠിക്കേണ്ടി വന്ന, ഒരു പക്ഷേ ആ കോളേജിൽ നിന്ന് ഇതിനു മുമ്പ് പാസ് ഔട്ടായി പോയിട്ടുള്ള ആളുകളെ അടക്കം അവർക്ക് കൃത്യമായിട്ടുള്ളൊരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കണം. ആ കുട്ടികൾ, ഞാൻ അവരെ കുഞ്ഞുങ്ങളെന്ന് വിളിച്ചോട്ടെ, അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പോലും സ്ട്രോങ് ആയിട്ട് വാതുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവരൊക്കെ എന്തൊക്കെ പേടിച്ചായിരിക്കും ഇരിക്കുന്നത്? ക്ലാസ് മുറിയിൽ വെച്ച് ഒരു കുട്ടിയെ കൊല്ലുമെന്നും ഞാനൊരാളെ കൊന്നിട്ടുണ്ടെന്നും തുറന്നു പറയാൻ കരുത്ത് കാണിക്കുന്ന ഇയാൾക്കൊപ്പം നിൽക്കുന്ന ആളുകളും ഈ കുഞ്ഞുങ്ങളെയും അവരുടെ വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് എന്തുറപ്പാണുള്ളത്? സ്വന്തം ജീവിതമൊക്കെ ക്വസ്റ്റ്യൻ മാർക്കായിരിക്കുന്ന ഈ കുട്ടികൾ അനുഭവിക്കുന്ന ആ സ്ട്രെസ് ഉണ്ടല്ലോ, അത് അവരെ ഫ്യൂച്ചറിലും കൊണ്ടെത്തിക്കാൻ പോകുന്ന അപകടകരമായ മാനസികാവസ്ഥകളുണ്ട്. അതിനൊരു സപ്പോർട്ട് കൊടുക്കണം. ഇനി നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജാതീയതയാണ്. കേരളത്തിൽ ജാതിയില്ല. ജാതിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ അവനൊരു ജാതി വെറിയനാണ്. അതായത് ജാതിയെക്കുറിച്ച് പറയുന്ന ഞാനാണ് ജാതി തീവ്രവാദി എന്ന് പറഞ്ഞുള്ള കമൻറ്റ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, കേരളത്തിൽ ജാതിയുണ്ട്, അത് അഡ്രസ്സ് ചെയ്യണം എന്ന് തുറന്ന് പറയുന്ന ഓരോ ആൾക്കാരെയും ജാതി തീവ്രവാദികളായി മുദ്ര കുത്താൻ ഇവിടെ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ആളുകളുണ്ട്.
പക്ഷേ ഇങ്ങനൊരു കേസ് വരുമ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ധാരണയുള്ള സമയത്ത് ഇപ്പോൾ ജാതിയില്ലാവാദികൾ പോലും പറയുന്നുണ്ട് കേരളത്തിൽ ജാതിയൊക്കെ ഉണ്ട്, നമ്മൾ ഈ പറയുന്ന സാംസ്കാരികമായി മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ ജാതി ഉണ്ട് എന്നാണ്. നല്ല കാര്യം, ഇനിയെങ്കിലും അതൊന്ന് അഡ്രസ്സ് ചെയ്യണ്ടേ? നിധിൻ SC വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ്, റിസർവേഷനാണ് അവന് സീറ്റ് നേടിക്കൊടുത്തത്. പക്ഷേ അവൻ പഠിക്കാൻ പിന്നിലായ വിദ്യാർത്ഥിയായിരുന്നില്ല, അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് സമ്പാദിച്ച സീറ്റാണത്. നിങ്ങൾക്കെല്ലാം എളുപ്പമാണല്ലോ എന്നൊരു SC കുട്ടിയോട് നിങ്ങൾ ചോദിക്കുമ്പോൾ, റിസർവേഷനിൽ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ജയിച്ചു പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയോട് നിങ്ങൾ നേരിട്ട് ചോദിക്കുകയോ അതിനെക്കുറിച്ച് റെഫർ ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ റിസർവേഷൻ സീറ്റിലേക്ക് മത്സരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി പരിഗണിക്കണം. അതിലേറ്റവും മിടുക്കനാണ് അവിടെ വരുന്നത്. അവർ ക്യാരി ചെയ്യുന്ന ജനറേഷണൽ ട്രോമയുണ്ട്. ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന മറ്റു വിഭാഗങ്ങൾക്കൊക്കെയുള്ള സാംസ്കാരികവും സാമ്പത്തികവുമായ മൂലധനം അവകാശപ്പെടാനില്ലാത്ത ആളാണ് അവൻ. ഇവിടെ നിധിൻ ചെയ്ത തെറ്റെന്താണ്? അവൻ റിസർവേഷനിൽ ജയിച്ചു വന്നു എന്നുള്ളതാണോ? അവിടെ അവൻ എന്താ തീരുമാനിച്ചത്? അവൻ പഠിച്ചു, മാർക്ക് വാങ്ങി, ക്യാമ്പസിലെത്തി, തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചു, ഒരു ഡോക്ടറാവാൻ തീരുമാനിച്ചു. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇന്ത്യയിലെ അവർണരായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരെല്ലാം അവർ പഠിക്കുന്ന, അതായത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരെ അപ്പോഴും ഉണ്ട്, പക്ഷേ അവിടെ വരെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ കോളേജിൽ പോകാൻ തുടങ്ങി കഴിയുമ്പോൾ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ അവരെ ജാതീയമായി താഴ്ത്തിക്കെട്ടാൻ ആരംഭിക്കും. അവരുടെ ജീവിതം വളരെ സ്ട്രെസ്ഫുള്ളാക്കും. അവിടെ അവരുടെ മുമ്പിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഫൈറ്റ് ചെയ്യുക, ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക. അപ്പോൾ ഈ ഇൻറ്റേർണൽ മാർക്കും പ്രൊജക്റ്റും അസൈൻമെൻറ്റും അറ്റൻഡൻസും എല്ലാം കയ്യിലുള്ള അധ്യാപകരുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം അവൻ ഈ ക്യാമ്പസിൽ നിന്ന് ജയിച്ചു പോവില്ല എന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നവരുണ്ട്. അത് കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. 2, ആത്മഹത്യ ചെയ്യുക. എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, എൻ്റെ വീട്ടുകാരുടെ മുഴുവൻ പ്രതീക്ഷയുമായിട്ട് എൻ്റെ ലൈഫിൻ്റെ മുഴുവൻ പ്രതീക്ഷ അർപ്പിച്ച് ഞാൻ ഈ കോഴ്സിന് വന്നിട്ട് ഇവരെന്നെ എങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല, ഇവിടെ നിന്ന് എവിടെ പോയാലും എൻ്റെ ജീവിതത്തിന് വേറെ ഒന്നും സംഭവിക്കാനില്ല, ഞാനിനി എന്ത് ചെയ്യാനാണ്? 3, അവർ പറയുന്നത് കേട്ട് അതിനടിപ്പെട്ട് ജീവിക്കുക. അധ്യാപകരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഒക്കെ കക്കൂസ് വരെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴുകിപ്പിച്ച അനുഭവ കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. ആദ്യത്തെയും 2ാമത്തെയും 3ാമത്തെയും ഒക്കെ സ്റ്റേറ്റിൽ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങും എത്താതാവുക, അടയാളമില്ലാതെ ആവുക, ഒന്നുമല്ലാതാവുക. അന്നവർ വിദ്യാഭ്യാസ അവകാശം നിഷേധിച്ചു. പക്ഷേ ഡോക്ടർ BR അംബേദ്കർ വന്നു, വിദ്യാഭ്യാസം അവകാശമാക്കി മാറ്റി. പക്ഷേ ആ അവകാശത്തിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ഓരോ ദളിതനെയും തങ്ങളുടെ കയ്യിലുള്ള മിച്ചമുള്ള അധികാരങ്ങളും അവകാശങ്ങളും ജാതിബോധവും കൊണ്ട് ഇല്ലാതാക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇവിടെ റാമിനെ പോലെയുള്ള അധ്യാപകർക്ക് ഇതൊക്കെ ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ചെയ്തിട്ടും മടുക്കാതെ മുന്നോട്ട് പോകാൻ അയാൾക്ക് കിട്ടുന്ന ഊർജ്ജം എവിടെ നിന്നാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് അധികാരമാണ്. അവർ ഈ ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന ജാതി ബോധം അവർക്ക് കൊടുക്കുന്നത് അവർക്കിതിനുള്ള അവകാശമുണ്ട് എന്ന ബോധ്യമാണ്. തൻ്റെ മുന്നിൽ വരുന്ന തനിക്ക് കീഴിലുള്ള ഏത് ജാതിക്കാരനെയും ഏത് രീതിയിലും അവഹേളിക്കാമെന്നും എങ്ങനെയും ക്രൂരമായി ട്രീറ്റ് ചെയ്യാമെന്നും അവരൊന്നും വളർന്നു വരാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് എന്നുള്ള അവകാശബോധമുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത്. ഈ അധ്യാപകരൊക്കെ അവരുടെ വിദ്യാർത്ഥികളെ ഇത്രയും മോശമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ, ജാതി മത നിറ ഭേദമനുസരിച്ച് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ ക്രൂരമായി വിദ്യാർത്ഥികളെ ഡീൽ ചെയ്യുമ്പോൾ അവിടെ വിദ്യാർത്ഥികൾ 2 തരത്തിലാണ് മാറുക. ഒന്ന്, അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് അവരുടെ രീതിക്ക് ഇതിനോട് റിയാക്ട് ചെയ്ത് ഇതൊന്നും അല്ല തങ്ങൾ ബാക്കിയുള്ളവരോട് ചെയ്യേണ്ടതെന്ന് പഠിക്കും. പക്ഷേ വേറൊരു വിഭാഗം ആളുകളുണ്ട്, ഈ അധ്യാപകൻ എങ്ങനെയാണോ തന്നെ ട്രെയിൻ ചെയ്യുന്നത് അത് തന്നെ തനിക്ക് ബാക്കിയുള്ളവരോടും ചെയ്യാം എന്നുള്ളൊരു ബോധ്യം. അതായത് ഇന്നത്തെ ഇര നാളത്തെ വേട്ടക്കാരനായിട്ട് മാറും. റാം എന്ന പേരിലുള്ള അധ്യാപകൻ അയാൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അയാളെപ്പോലെ തന്നെയുള്ള ഒരുപാട് ചൂഷകരെ കൂടിയാണ്. അതിനോടൊപ്പം കുറേ ആൾക്കാരുടെ അവർ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വന്ന ഒരു വലിയ ട്വിസ്റ്റാണ്. ഒരു ലോൺ ആപ്പിൽ നിന്ന് നിധിൻ പണം കടമെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അധ്യാപികയെ വിളിച്ച് അവർ മോശമായി സംസാരിച്ചു. അതിൻ്റെയൊക്കെ പേരിലുണ്ടായ പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് നിധിൻ ആത്മഹത്യ ചെയ്തതെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ലോൺ ആപ്പ് കഥ ശരി സത്യമാണെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചോ? എന്തായാലും അത് തെളിയിക്കപ്പെടാനുള്ളതാണ്. അത് സത്യമാണെങ്കിൽ പോലും ഈ അധ്യാപകർ വിദ്യാർത്ഥികളോട് ചെയ്തത്, അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അത് ന്യായീകരിക്കാൻ പറ്റുമോ? ജാതിയുടെ പേരിൽ അടക്കം അവിടുത്തെ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടും ക്രൂരത ഇല്ലാതാവുന്നുണ്ടോ? ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല, എത്ര കോളേജുകളിൽ, സ്കൂളുകളിൽ, ട്യൂഷൻ ക്ലാസ്സുകളിൽ, മെഡിക്കൽ കോളേജുകളിൽ എത്ര വിദ്യാർത്ഥികൾ ഒരു നേഴ്സ് മാറ്റിവെച്ചാൽ മാറുമായിരുന്ന ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ക്രൂരമായിട്ട് വേട്ടയാടപ്പെടുന്നു. അതില്ലാതാവോ? ഇവിടെ ഒരു ലോൺ ആപ്പിൻ്റെ കഥയും കൊണ്ട് വരുന്ന ആളുകൾ നിധിൻ്റെ മരണത്തിനെ പണത്തിൻ്റെ പേരിലുള്ള ഒരു ആത്മഹത്യയാക്കി മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടും ഒന്ന് പറയട്ടെ, ഇങ്ങനെയുള്ള അധ്യാപകർ ഒരിക്കലും ഉണ്ടാവില്ല. ഇനിയുള്ള എല്ലാ അധ്യാപകരും നിങ്ങളെ നന്നായിട്ട് നോക്കും, അങ്ങനെയൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മുമ്പിലുള്ളത് 2 ഓപ്ഷനാണ്.
ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങുക, അല്ലെങ്കിൽ പൊരുതുക, പോരാടുക. പറയാൻ ഭയങ്കര എളുപ്പമാണ് ആയുധം വെച്ച് കീഴടങ്ങരുതേന്ന്. ഇതുപോലെ എവിടെയും ചെന്ന് നമ്മൾ ഒടുങ്ങാൻ പാടില്ല. നമ്മളൊരു കഥ മാത്രമായിട്ട് മാറാൻ പാടില്ല. അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അധ്യാപകരാണെങ്കിലും ഒരുപക്ഷെ രക്ഷിതാക്കളാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഹെൽപ്പ് എടുക്കുക. പരാതിപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ പരാതിപ്പെടുക. ആരും ആരുടെയും അടിമയല്ല. പൊരുതുന്നവനും പോരാടുന്നവനും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ അവനവൻ്റെ ജീവനേക്കാൾ വിലയുള്ള ഒന്നുമില്ല. നമ്മുടെ ഈ നാട്ടിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരാളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൈറ്റില്ലേ, അത് നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ കുറേ ആളുകൾ ആത്മഹത്യ ചെയ്തപ്പോൾ അവരെ അതിലേക്ക് തള്ളിവിട്ട ആളുകൾ ഇവിടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുകയാണ്. അവർക്കങ്ങനെ ജീവിക്കാമെങ്കിൽ നമുക്കും അങ്ങനെ ജീവിക്കാം. വിട്ടുകൊടുക്കരുത്. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ നിങ്ങൾ ആ അച്ഛനമ്മമാർ പറയുന്നത് കേട്ടോ, എല്ലാ അച്ഛനമ്മമാരും പറയുന്നത് ഒരേ കാര്യമാണ്, ഇനി ഒരു കുഞ്ഞിനും ഇങ്ങനൊരവസ്ഥ വരാതിരിക്കട്ടെ. ആ കുഞ്ഞ്, ആ രക്ഷിതാക്കൾ, അവർ കടന്നുപോയ മാനസികാവസ്ഥ എത്ര മോശമായിരുന്നു എന്ന് അവർക്കറിയാം. അതിനി ഒരാൾക്ക് വരരുതേ എന്ന് വിചാരിച്ചിട്ടാണ് അവരത് പറയുന്നത്. എൻ്റെ അനിയനോട് അനിയത്തിയോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ ആവശ്യമുള്ളവരിവിടെ ഉണ്ട്, നിങ്ങളെ വേണ്ടവരിവിടെ ഉണ്ട്. ഇനി പറയാനുള്ളത് ഇവിടുത്തെ സിസ്റ്റത്തിനോടാണ്. എത്ര പേർ ആ അച്ഛനും അമ്മയൊക്കെ അവർ പറയുന്നത് നിങ്ങൾക്കൊന്ന് കേട്ടൂടെ? എത്ര അച്ഛനമ്മമാരായി പറയുന്നു ഇനി ഒരു കുഞ്ഞിന് ഇങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ. ഇവിടുത്തെ സിസ്റ്റത്തിലെല്ലാം വലിയ അഴിച്ചുപണികൾ ആവശ്യമാണ്. ഇത്തരം അധ്യാപകരെ കണ്ടെത്തണം, അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് അധ്യാപകരെയും അത്തരം കോളേജുകൾ, സ്കൂളുകൾ, ആ മാനേജ്മെൻറ്റുകൾ അതിനെ കണ്ടെത്തുകയും കൃത്യമായ മാതൃകാപരമായ നടപടികൾ കൈക്കൊള്ളുകയും വേണം. പേരിനൊരു സസ്പെൻഷൻ കൊടുത്ത് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് പിള്ളേരെ പേടിപ്പിക്കുന്ന റാമിനെ ഉണ്ടാക്കുകയല്ല വേണ്ടത്. പക്ഷെ അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. നിധിൻ്റെ ഒപ്പം പഠിച്ച ഒരു പെൺകുട്ടി ഈ അധ്യാപകനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവളുടെ കൈ വിറക്കിയായിരുന്നു, ശബ്ദം ഇടറുകയായിരുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല, പേടിയായി ഇനി എന്ത് വരുമെന്ന് ആലോചിച്ച്. അങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പ്ലീസ്, ഗവൺമെൻറ് ആണോ അതോ ഇനി മറ്റേതെങ്കിലും ഏജൻസികൾക്കാണോ ചെയ്യാൻ പറ്റുകയെന്നറിയില്ല, ആ കുഞ്ഞുങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി അവർക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു മാർഗ്ഗം ഇവിടെ ഉണ്ടാവണം. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കണം. ഇതേ മാനസികാവസ്ഥയിൽ സ്വന്തം കൂടെ ഇരുന്നൊരു ഒരു ഫ്രണ്ടിനെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ആ കുഞ്ഞുങ്ങൾ എന്തിലൂടെയൊക്കെയാണ് കടന്നു പോകുക എന്നുള്ളത് നമുക്കറിയില്ല. അത് ഉറപ്പുവരുത്തി നാളെ ഒരു കുഞ്ഞിനും നിധിനുണ്ടായ അനുഭവം മാത്രമല്ല, നിധിനുണ്ടായ അനുഭവത്തെക്കുറിച്ച് സംസാരിച്ച് അവൻ്റെ സഹപാഠികൾക്കുണ്ടായ അനുഭവങ്ങളും നാളെ ഇവിടെ ഒരു കുഞ്ഞും അവരത് അർഹിക്കുന്നില്ല. ദേ ഡിസേർവ് ബെറ്റർ. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ ഇതിലും ബെറ്ററായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അർഹിക്കുന്നുണ്ട്, ഒരു ക്യാമ്പസ് അർഹിക്കുന്നുണ്ട്, അധ്യാപകരെ അർഹിക്കുന്നുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു അഴിച്ചുപണി ആവശ്യമാണ്, വലിയൊരു അപ്ഗ്രേഡ് ആവശ്യമാണ്. LDF 3.0 വരുമോ, UDF അക്കൗണ്ട് തുറക്കുമോ, BJP വിരിയുമോ, ഇതിലെന്ത് സംഭവിച്ചാലും ഇനിയൊരു കുഞ്ഞിനും ഈ അവസ്ഥ വരാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു പടിയെങ്കിലും എടുത്തു വെക്കാൻ നമ്മുടെ സിസ്റ്റത്തിനാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഈ ഭരണഘടനയുടെ സംരക്ഷണയിൽ പോലും വിദ്യാർത്ഥികൾ, എസ്പെഷ്യലി ദളിത് വിദ്യാർത്ഥികൾ സുരക്ഷിതരാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്.